Hello dears, welcome back to my channel. How are you all? I think all are fine today. Okay, today we are going to practice something happened in past. കഴിഞ്ഞു പോയ കാര്യങ്ങൾ കുറച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലോ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഇന്നലെ രാത്രി 7 മണിക്ക് എന്താണ് ചെയ്തിരുന്നത്, നിങ്ങളുടെ മദർ അപ്പം എന്ത് ചെയ്യായിരുന്നു, നിങ്ങളുടെ ഫാദർ എന്ത് ചെയ്യായിരുന്നു, നിങ്ങളുടെ സിസ്റ്റർ എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. ഇന്നലെ രാത്രി 7 മണിക്ക് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ ചോദിക്കില്ല. അതൊരു സ്റ്റോറി പോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. അതായത് ഇന്നലെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു സ്റ്റോറി ഇമാജിൻ ചെയ്യുക. അതായത് നിങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയായ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ സിസ്റ്റർ എന്താ ചെയ്തിരുന്നതെന്ന് അറിയോ? ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് TV കാണുകയായിരുന്നു. നിങ്ങളുടെ സിസ്റ്റർ എന്ത് ചെയ്യായിരുന്നു? ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് TV കാണുകയായിരുന്നു. അതേ സമയത്ത് തന്നെ നിങ്ങളുടെ മദർ എന്താ ചെയ്തിരുന്നത്? നിങ്ങളുടെ മദർ കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ സമയത്ത് നിങ്ങളുടെ ഫാദർ എവിടെയായിരുന്നു? നിങ്ങളുടെ ഫാദർ ആ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുകയായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളായിരുന്നു അല്ലെ. നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു, ഈ സമയത്ത് അവരിങ്ങനെയായിരുന്നു എന്ന് തുടങ്ങുന്ന കുറെ സെന്റൻസുകൾ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഇന്നലെ വൈകിട്ട് നിങ്ങളുടെ വീട്ടിലായിരുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സോ എന്റെ സിസ്റ്റർ ലിവിംഗ് റൂമിൽ ഇരുന്ന് TV കാണുകയായിരുന്നു. ഫസ്റ്റ് നമ്മൾ പറയും എന്റെ സിസ്റ്റർ, മൈ സിസ്റ്റർ കാണുകയായിരുന്നു എന്നുള്ളതാണ് സെക്കൻഡ് വരിക അല്ലെ. വേർബ് എന്താണോ അതാണ് സെക്കൻഡ് ആയിട്ട് വരിക. അപ്പൊ എന്തായിരുന്നു? TV കാണുകയായിരുന്നു. അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് വാസ് എന്ന് പറയുന്നത്. ആയിരുന്നു എന്ന് പറയാന് വാസ് ഉപയോഗിക്കും. അപ്പൊ കാണുകയായിരുന്നു എന്ന് പറയാനോ വാസ് വാച്ചിങ്. എന്താ കണ്ടിരുന്നത്? TV. സോ മൈ സിസ്റ്റർ വാസ് വാച്ചിങ് TV. എവിടെ ഇരുന്നിട്ടാ കണ്ടത്? ഇൻ ലിവിംഗ് റൂം. എപ്പോഴാണ് കണ്ടത്? യെസ്റ്റർഡേ ഈവനിങ്. ഓക്കെ, യെസ്റ്റർഡേ ഈവനിങ്. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ വന്നതെന്ന് ഒന്നും കൂടെ നോക്കിയേ. മൈ സിസ്റ്റർ വാസ് വാച്ചിങ് TV ഇൻ ലിവിംഗ് റൂം യെസ്റ്റർഡേ ഈവനിങ്. കണ്ടോ? ആ സെന്റൻസ് വന്നത് വളരെ ഈസിയാണ് കേട്ടോ. അത് ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ തന്നെ പറയാ, ആ സമയത്ത് നിങ്ങളുടെ അമ്മ എന്താണ് ചെയ്തിരുന്നത്? നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? അമ്മ നമ്മൾ പറഞ്ഞു കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? മദർ എന്നുള്ളതാണല്ലേ സബ്ജക്റ്റ്. അപ്പൊ മൈ മദർ. മദർ എന്താ ചെയ്യുന്നത്? മൈ മദർ, എന്റെ മദർ. പിന്നെ സെക്കൻഡ് വേർബാണ് വരുന്നത് അല്ലെ. കുക്ക് ചെയ്യുകയായിരുന്നു എന്നതല്ലേ വേർബ്. സോ വാസ് കുക്കിംഗ്. വാസ് കുക്കിംഗ്. എവിടെയായിരുന്നു? ഇൻ ദ കിച്ചൺ. ഇൻ ദ കിച്ചൺ. എപ്പോ? യെസ്റ്റർഡേ ഈവനിങ്. ഒന്ന് നോക്കിയേ. മൈ മദർ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ ഈവനിങ്. ഈസി അല്ലേ? അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഫാദർ എന്താണ് ചെയ്തിരുന്നത്? നിങ്ങളുടെ ഫാദർ ഓഫീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു അല്ലെ. നിങ്ങളുടെ ഫാദർ ഓഫീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പൊ എന്റെ ഫാദർ വർക്ക് ചെയ്യുകയായിരുന്നു ഇന്നലെ ഈവനിങ്ങില്. അപ്പൊ അതെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാ? ആദ്യം സബ്ജക്റ്റ് എന്താണ്? മൈ ഫാദർ. മൈ ഫാദർ എന്ത് ചെയ്യുകയായിരുന്നു? വർക്ക് ചെയ്യുകയായിരുന്നു അല്ലെ. അപ്പൊ ആയിരുന്നു എന്നുള്ളതിന് വാസ് വർക്ക്, വാസ് വർക്കിംഗ്. എങ്ങനെയാണ് പറയാ? മൈ ഫാദർ വാസ് വർക്കിംഗ് ഇൻ ഹിസ് ഓഫീസ്. അവരുടെ ഓഫീസില്. എപ്പോ? യെസ്റ്റർഡേ ഈവനിങ്. ഒന്ന് നോക്കിയേ. മൈ ഫാദർ വാസ് വർക്കിംഗ് ഇൻ ഹിസ് ഓഫീസ് യെസ്റ്റർഡേ ഈവനിങ്. ഒക്കെ എന്റെ കൂടെ തന്നെ പറഞ്ഞു വരിക കേട്ടാ. നിങ്ങൾ എല്ലാവരും ഫ്ലുവന്റ് ആയിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ, അത് അറിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? നിങ്ങൾ വീട്ടിൽ എന്താ ചെയ്തിരുന്നത്? നിങ്ങൾ റൂമിൽ ഇരുന്നിട്ട് പഠിക്കുകയായിരുന്നു അല്ലെ. ഞാൻ റൂമിൽ പഠിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഞാൻ എന്നുള്ളതിന് ഐ, ആയിരുന്നു എന്നുള്ളതിന് വാസ്, പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡിയിങ്. ഐ വാസ് സ്റ്റഡിയിങ്. എന്താണ്? എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? ഇൻ മൈ റൂം യെസ്റ്റർഡേ ഈവനിങ്. ഐ വാസ് സ്റ്റഡിയിങ് ഇൻ മൈ റൂം യെസ്റ്റർഡേ ഈവനിങ്.
കണ്ടോ, ഇത്രയും ഒരു സ്റ്റോറി പോലെ നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അല്ലെ. അതായത് ഒരു സ്റ്റോറി രൂപത്തിലെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ മൈൻഡിൽ നിൽക്കും. അതാണ് ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലൂടെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കാം എന്ന് വിചാരിച്ചത്. ഇത്രയും കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു നോക്കുക. ആ സെന്റൻസുകൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു നോക്കുക. ഇതെല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിലെല്ലാം നമ്മൾ പറഞ്ഞു യെസ്റ്റർഡേ ഈവനിങ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു അല്ലെ. ഇന്നലെ വൈകുന്നേരമാണ്, അല്ലെങ്കിൽ നമുക്കൊരു സമയം പറയാം അല്ലെ. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് എന്ന് വെച്ചിട്ടും പറയാം. എല്ലാം ഒരു പെർട്ടിക്കുലർ ടൈം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു പ്രത്യേക സമയം വെച്ചിട്ട് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷില് ഒരു പേര് പറയും. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എങ്ങനെയാണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് പാസ്റ്റിലുള്ള കാര്യമാണ്. അതെന്താണ്? ചെയ്തുകൊണ്ടിരുന്നു, എന്താണ്, പഠിക്കുകയായിരുന്നു, കുക്ക് ചെയ്യുകയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യായിരുന്നു ആ ഒരു സമയത്ത് അല്ലെ. അതുകൊണ്ടാണ് അവിടെ കണ്ടിന്യൂസ് എന്ന് വന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതെങ്ങനെയാണ് വന്നത്? ആദ്യം സബ്ജക്റ്റ്, പിന്നെ വാസ് അല്ലെങ്കിൽ വേർ ആണ് യൂസ് ചെയ്യുക. വേർ വെച്ചിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലസ് വേർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യുക. വാസ് അല്ലെങ്കിൽ വേർ വന്നാൽ വേർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യുക. എവിടെയാണ് നമ്മൾ വേർ യൂസ് ചെയ്യല്? വേർ യൂസ് ചെയ്യല് പ്ലൂറൽ സബ്ജക്റ്റുകളാവുമ്പോഴാണ് നമ്മൾ വേർ യൂസ് ചെയ്യുക. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റുകള്? യു, ദേ, വി ആണ് ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഐ എന്നുള്ളത് പ്ലൂറൽ ആയിട്ടാണ് സാധാരണ കൺസിഡർ ചെയ്യുക എന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഐന്റെ കൂടെ ഒരിക്കലും വേർ യൂസ് ചെയ്യാൻ പാടില്ല, വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ വാസ് എന്നാണ്, ഞാൻ ആയിരുന്നു എന്ന് പറയാൻ ഐ വാസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യല്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഐ പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. പിന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐ വേർ എന്നുള്ള സെന്റൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് പറയാന്ന് അറിയാം. അത് പറയല് ഒബ്ജക്റ്റീവ് മൂഡിലാണ് ഐന്റെ കൂടെ വേർ യൂസ് ചെയ്യാന്ന് പറയും. അതായത് ഇപ്പൊ നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല, നമ്മൾ എന്തെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിലോ, അത് നടക്കൂല, ഒരിക്കലും നടക്കാത്തൊരു സംഭവം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുക അല്ലെ. അത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഐന്റെ കൂടെ വേർ യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ സാധാരണ പറയാറില്ലേ, ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയില്ലേ, സാധാരണ ഒരു പ്രയോഗമാണ് അല്ലെ. If I were you, I would not do that. If I were you, I would not do that. അതായത് if I am in your place എന്നാ പറയും. ഞാൻ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. അത് നമ്മൾ അവരുടെ സ്ഥാനത്ത് എത്തുമോ? ഇല്ല, അവരാണ്, അവരുടെ സ്ഥാനത്ത് എത്തില്ല. അപ്പൊ നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐന്റെ കൂടെ വേർ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറയും. ഇപ്പോൾ ഞാനൊരു പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിക്കുമായിരുന്നു, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഞാൻ പറക്കുമായിരുന്നു, ഞാനൊരു മന്ത്രി ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഐന്റെ കൂടെ വേർ യൂസ് ചെയ്യല്. ഇഫ് ഐ വേർ അല്ലെങ്കിൽ ഐ വിഷ് ഐ വേർ, ഞാൻ ആയിരുന്നെങ്കിൽ, ഐ വിഷ് ഐ വേർ, അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഐന്റെ കൂടെ വേർ യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എപ്പോഴും ഓർക്ക് ഐന്റെ കൂടെ വേഴ്സ് ആണ് യൂസ് ചെയ്യുക. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു വേർ യൂസ് ചെയ്യുന്ന വേറൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു അല്ലെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്കൂളിലേക്ക് പോകുകയായിരുന്നു, എന്തെങ്കിലും പറയാട്ടോ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? We were going to school the last year. We were going to school the last year എന്നൊക്കെ പറയും. ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു. ഒരു എക്സാമ്പിൾ കേട്ടോ, ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് വന്നാൽ, രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു, ഒന്ന് ഫോൺ റിങ് ചെയ്യുക എന്നുള്ളത്, ഒന്ന് പഠിക്കുക എന്നുള്ള രണ്ട് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് വന്നു അല്ലെ. ഇതില് ആദ്യം നടന്ന സംഭവം എന്താണ്? ഫോൺ റിങ് ചെയ്തതാണോ ഞാൻ പഠിക്കുന്നതാണോ ആദ്യം നടന്നത്? ഞാൻ പഠിക്കുന്നതാണല്ലേ. ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ പഠിക്കുകയായിരുന്നു. അപ്പൊ പഠിക്കൽ എപ്പോഴോ തുടങ്ങിയതാണ്, പാസ്റ്റിൽ തുടങ്ങിയതാണ്, അപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ഞാൻ ഫോണ് റിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറയേണ്ടത്, പാസ്റ്റ് കണ്ടിന്യൂസിന് പറയേണ്ടത്. അപ്പൊ എങ്ങനെയാണ് പറയുക? ഐ വാസ്
studying. I was studying. എപ്പോ? when the phone rang. phone rang. റിങ് ചെയ്യുമ്പോൾ. അപ്പൊ ആ റിങ് ചെയ്തതും എന്താണ്? പാസ്റ്റിൽ നടന്നതാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള റിങ്ങിന്റെ റാങ് എന്നുള്ള V2 ഫോം ആണ് രണ്ടാമത്തെ സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? കുറച്ചുകൂടെ എക്സാമ്പിൾസ് പറഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യായിരുന്നു? അടുക്കളയിൽ കുക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇവിടെ ആദ്യം നടന്നത് എന്താണ്? അമ്മ കുക്ക് ചെയ്യുന്ന സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അച്ഛൻ ഇപ്പോഴാണ് വന്നത്. അമ്മ കുക്ക് ചെയ്യുന്നതാണ് ആദ്യം നടന്നത് അല്ലെ? അപ്പൊ ആദ്യം നടന്നത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയണം. അപ്പൊ മൈ മദർ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. എപ്പോൾ? വെൻ. അപ്പോൾ. അപ്പോൾ എന്ന് പറയാനാണ് ഇവിടെ വെൻ യൂസ് ചെയ്യുന്നത്. വെൻ മൈ ഫാദർ കെയിം. എന്റെ ഫാദർ വന്നപ്പോൾ എന്റെ മദർ കുക്ക് ചെയ്യായിരുന്നു. കേട്ടോ? എന്റെ ഫാദർ വന്നപ്പോൾ. അപ്പൊ ആ ഫാദർ വന്നത് രണ്ടാമത് നടന്ന സംഭവമാണ്. അത് സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുക. സിമ്പിൾ പാസ്റ്റിന്റെ കറക്റ്റ് ഒരു വീഡിയോ ഞാൻ മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. അതുപോലത്തെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സാധാരണ ലൈവായിട്ടൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുമല്ലോ. അപ്പോൾ എന്താണ്, നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു? ക്ലാസ് എടുക്കുകയായിരുന്നു. നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നു. ആ ക്ലാസ് എടുക്കൽ കുറച്ച് മുന്നേ തുടങ്ങിയതാണ്. നിങ്ങളുടെ ഡൗട്ട് ചോദിക്കൽ ഇപ്പൊ നടന്ന സംഭവമാണ്. അപ്പൊ പാസ്റ്റിൽ തന്നെ കഴിഞ്ഞു പോയ സംഭവം തന്നെയാണ്. പക്ഷെ ഏതാണ് ആദ്യം വന്നത്? പഠിപ്പിക്കുകയായിരുന്നു, ക്ലാസ് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ആദ്യം വരേണ്ടത് അല്ലെ? സോ എങ്ങനെയാണ് പറയാ? ദ ടീച്ചർ വാസ് ടേക്കിംഗ് ക്ലാസ്. ദ ടീച്ചർ വാസ് ടേക്കിംഗ് ക്ലാസ് when you asked a doubt. asked സിമ്പിൾ പാസ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. when you asked a doubt. ക്ലിയർ ആണല്ലോ? സംഭവം വളരെ ക്ലിയർ ആക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. മനസ്സിലാവും എന്ന് തന്നെയാണ്, മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു അല്ലെ? സോ അപ്പോൾ നമ്മൾ ടെൻസിലെ ഒരു വലിയൊരു ഭാഗമാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതും പഠിച്ചു കഴിഞ്ഞു. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിനൊരു പാസ്റ്റിൽ നടന്ന സംഭവമായിരിക്കും. അതിനൊരു ടൈം നമ്മൾ പറയണം. ചിലപ്പോൾ എന്താണ്, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2010 ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങനെ ചെയ്യുകയായിരുന്നു. അതിനൊക്കെ നമ്മൾ എന്താണ്, കുറച്ച് വേർഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ് ആ വേർഡ്സുകൾ? എസ്റ്റർഡേ ഈവനിങ്, ലാസ്റ്റ് നൈറ്റ്, ഇൻ 2010, ഇങ്ങനെയുള്ള കുറച്ച് ടൈമും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അതായത് ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പ്രവർത്തികൾ ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യായിരുന്നു? അവർ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അങ്ങനെയുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അത് എഴുതിയാൽ മാത്രം പോരാ, അതോടൊപ്പം നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ആവുള്ളൂ. സോ പ്രാക്ടീസ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.